ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാസം തികയുന്നതിന് മുന്നേ ജനിച്ച കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള കെയർ ആവശ്യമാണ്. മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങൾക്കും തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള സാഹചര്യത്തിലാണ് കുഞ്ഞിനെ പരിപാലിക്കേണ്ടത്. നിങ്ങളുടെ കൈകളൊക്കെ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം കുഞ്ഞിനെ എടുക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞിനെ കിടത്തുന്ന ഷീറ്റും കുഞ്ഞിൻ്റെ തുണികളും ഒക്കെ നല്ല വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ തണുപ്പ് തട്ടാതെ നോക്കുക എന്നതാണ്. ചെറിയൊരു തണുപ്പ് തട്ടിയാൽ പോലും കുഞ്ഞിനെ അത് പലതരത്തിൽ ബാധിക്കാം. അതുകൊണ്ട് കുഞ്ഞിനെ എപ്പോഴും നന്നായി പൊതിഞ്ഞു വെക്കണം. കുഞ്ഞിന് 6 മാസം തികയുന്നത് വരെ മുലപ്പാൽ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും മുലപ്പാൽ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കേൾവിക്കുറവ്, കണ്ണിൻ്റെ ഞരമ്പിന് തകരാറ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാഴ്ചയുടെയും കേൾവിയുടെയും ഒക്കെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള പരിശോധനകൾ ഒക്കെ കറക്റ്റ് ടൈമിൽ ചെയ്ത് കുഞ്ഞിന് കേൾവിക്കോ കാഴ്ചയ്ക്കോ തകരാറ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചെക്കപ്പുകളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിലൂടെ കുഞ്ഞിന് മറ്റു കുഴപ്പങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. മാസം തികഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നത് പോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതാത് മാസങ്ങളിൽ എടുക്കേണ്ടതാണ്. പ്രീടൈം ബേബീസിന് ചിലപ്പോൾ മുലപ്പാൽ വലിച്ചു കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ സ്പൂൺ ഉപയോഗിച്ചോ പാലട ഉപയോഗിച്ചോ കുഞ്ഞിന് മുലപ്പാൽ കോരി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കുന്നതിന് മുൻപ് ഈ പാത്രങ്ങൾ നന്നായി സ്റ്റെറിലൈസ് ചെയ്യുക. ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പാല് കോരി കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തരിപ്പിൽ പോവാതെ വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് തന്നെ ചേർത്ത് കിടത്തുക. കൂടുതൽ ആളുകൾ കുഞ്ഞിനെ മാറി മാറി എടുക്കുന്നത് ഒഴിവാക്കുക. ആളുകൾ കൂടുതലുള്ള സ്ഥലത്തൊന്നും ഒരു 2-2.5 മാസം വരെ കുഞ്ഞിനെ കൊണ്ടുപോവാതിരിക്കുക. പിന്നെ ദിവസവും കുറച്ചു നേരം കുഞ്ഞിന് കങ്കാരു മദർ കെയർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞിനെ അമ്മയുടെ മാറോട് ചേർത്ത് കിടത്തുന്ന രീതിയാണ് ഇത്. ഈ പിക്ചറിൽ ഉള്ളതുപോലെ കുഞ്ഞിനെ അമ്മയോട് ചേർത്ത് കിടത്തുക. പ്രീടൈം ബേബീസിൻ്റെ വളർച്ചയ്ക്കും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് കൂട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളർച്ചയിലേക്ക് എത്തുന്നതുവരെ പൗഡർ, കൺമഷി, ലോഷൻസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളെ ഒരു 2.5 കിലോ തൂക്കമായതിനു ശേഷം മാത്രമേ കുളിപ്പിച്ചു തുടങ്ങാൻ പാടുള്ളൂ. അതുവരെ കുഞ്ഞിൻ്റെ ശരീരം തുടച്ചു കൊടുത്താൽ മതിയാകും. 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പ്രീടൈം ബേബീസ് മാസം തികഞ്ഞു ജനിച്ച കുഞ്ഞുങ്ങളുടെ അത്രയും തന്നെ വളർച്ച എത്തുന്നതാണ്. ഡോക്ടർ കുഞ്ഞിന് കൊടുക്കാനായി ഏതെങ്കിലും തുള്ളി മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് എങ്കിൽ അത് കറക്റ്റായി തന്നെ കൊടുക്കുക. പ്രീടൈം ബേബീസിനെ പരിപാലിക്കുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയാണ് കുഞ്ഞിനെ പരിപാലിക്കേണ്ടത് എന്ന് ഡോക്ടറോട് ചോദിച്ച് കറക്റ്റായി മനസ്സിലാക്കാനും ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.